ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ ഓർഡറുകളും പിന്നെ ഇന്ന് ഇവിടുത്തെ നേർച്ചയാണ് കേട്ടോ. അതിന് പോയ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ പൊരിച്ചപ്പത്തിൻ്റെ ഓർഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിന്ന് ഉച്ചയ്ക്ക് 2 ഓർഡർ ഉണ്ട്, നെയ്ച്ചോറും ചിക്കൻ കറിൻ്റെയും. അതിനുള്ള ഉള്ളിയൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനേക്ക് ഒന്ന് വേഗം കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോഴേക്കൊക്കെ വന്നിട്ട് ബാക്കിയുള്ള പത്തിരിയും കൂടി കൊണ്ടുകൊടുക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. വരുമ്പോൾ ചിക്കനും മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം ഞാനിതാ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ രാത്രി തന്നെ തൊലിച്ച് ചതച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കണത്, റവ ഉപ്മാവ്. അപ്പോൾ അതിനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തപ്പോൾ പിന്നെ മോളാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കണത്. ഓർഡർ കൂടുതലുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളൂ. അപ്പോഴേക്കും ഇതൊക്കെ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു. പിന്നെ ഇതാക്കി മോളും കൂടിയാണ് കേട്ടോ പിന്നെ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അവർ രണ്ടാളും ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും ഞാൻ വേഗം പോയി ചിക്കനൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വന്നു കേട്ടോ. അല്ലാതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഇതാ ഉപ്മാവൊക്കെ ആയതിനു ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഇതാ ചായയൊക്കെ കുടിക്കുകയാണ്. മോന് പിന്നെ രാവിലെ തന്നെ നീർച്ച കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഇതാ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം നെയ്ച്ചോറൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വെറുതെ നമ്മളത് കാണിക്കണ്ടെന്ന് വെച്ചിട്ട് റെസിപ്പിയൊന്നും കാണിക്കണില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ തിളയ്ക്കാൻ വെച്ചിട്ട് പിന്നെ ഇതാ അണ്ടിപ്പരും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കാണുമ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നുമല്ലോ. അങ്ങനെ അത് അരന്നും രണ്ടെണ്ണം എടുത്ത് കഴിക്കുകയാണ്. പിന്നെ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നു. പിന്നെ ഇതാ അരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് 2 ചിക്കൻ കറി നെയ്ച്ചോറിൻ്റെ ഓർഡറാണ് കേട്ടോ ഉള്ളത്. ഒന്ന് 12 മണിക്കും ഒന്ന് 1 മണിക്കുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്താലാണ് കേട്ടോ ഒന്ന് സമാധാനമാവുള്ളൂ. അങ്ങനെ ഇതാ റൈസൊക്കെ വെന്ത് വന്നു. പിന്നെ ഇതാ അതിനേക്കൊന്ന് വേഗം ദമ്മിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതാ ചിക്കൻ കറിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ചിക്കനൊക്കെ വേകുമ്പോഴേക്കും പിന്നെ ഞാൻ വേഗം പോയി സലാഡൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമ്മൾ അച്ചാർ മേടിക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇനി ഇത് 2 പാത്രത്തിലായിട്ട് പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഒക്കെയാണ് കേട്ടോ ഞാൻ അത് പാക്ക് ചെയ്യുന്നത്. അങ്ങനെ അച്ചാറും സലാഡൊക്കെ ഒന്ന് പാത്രത്തിലാക്കി പിന്നെ നമ്മളിതിലേക്ക് ഇലയും ഗ്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ എണ്ണി വെച്ചു. പിന്നെ നമ്മൾ ചോറും കറിയൊക്കെ ആക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. വന്നിട്ട് നമ്മുടെ കറിയൊക്കെ നോക്കുമ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഗീ റൈസ് ദമ്മൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതും കൂടി അങ്ങ് റെഡിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതാ വേഗം പാത്രത്തിലാക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനൊക്കെയും കൂടി തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യണത്. അങ്ങനെ പാത്രത്തിലൊക്കെ ആക്കിയതിന് ശേഷം അത് അലുമിനിയം ഫോയിലും കൊണ്ട് അതൊക്കെ ഒന്ന് മൂടി റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ചോറ് 2 ആക്കി വെച്ചതിന് ശേഷം പിന്നെ ഇതാ വേഗം കറിയും കൂടി അങ്ങോട്ട് ആക്കി എടുക്കുകയാണ്. അങ്ങനെ കറി ഇതാ 2 പാത്രത്തിലും ആക്കി പിന്നെ ഇതാ അത് 2ഉം അലുമിനിയം ഫോയിലും കൊണ്ട് ഒന്ന് മൂടി കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ 12 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ 12 മണിക്കുള്ളത് വേഗം കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. അടുത്തുള്ള ഓർഡറൊക്കെയാണ് കേട്ടോ കൊണ്ടുകൊടുക്കാറുള്ളൂ. ദൂരമുള്ള ഓർഡറൊക്കെ അവർ വന്ന് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അത് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അത് കൊണ്ടുകൊടുത്ത് വന്നതിന് ശേഷം പിന്നെ ഇതാ 1 മണിക്കുള്ളതും കൂടി അങ്ങോട്ട് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറേ പാത്രങ്ങൾ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ്. പിന്നെ മോളാണ് കേട്ടോ ഒന്ന് അടിക്കണം തുടയ്ക്കലൊക്കെ ചെയ്യുന്നത്. പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഊണയിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉറങ്ങി എണിച്ചിട്ട് പിന്നെ ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ കാണിക്കുന്നത്. നേർച്ച കാണാൻ പോവുകയാണ്. ഞാനിതുവരെ നേർച്ച കാണാൻ പോയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് നേർച്ച കാണാൻ പോണത്. നേർച്ച നടക്കണതിൻ്റെ കുറേ ദൂരെയാണ് കേട്ടോ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്. ഞാനും ഈ മോളും പിന്നെ ഇളയച്ചിയും കുട്ടികളും പിന്നെ താത്താൻ്റെ മോനും മരുമോളും കൂടിയാണ് കേട്ടോ പോയിട്ടുള്ളത്.
അങ്ങനെ കുറേയൊക്കെ അവിടെ ചുറ്റിക്കറങ്ങി. പിന്നെ ഇതാ കുട്ടികൾക്ക് ഐസ്ക്രീമും പാനിപ്പൂരിയും കാളനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇതാ ഓരോരുത്തരായിട്ട് കഴിക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിക്കറങ്ങുമ്പോഴേക്കും ഇതാ ഒരു നേർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോണത്. ആനയെ കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ, പേടിയായിട്ട്. അങ്ങനെ കുറേ നേരമൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് വരുമ്പോൾ പിന്നെ അതാ ഒരു നേർച്ചയും കൂടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങോട്ട് കയറി നിൽക്കേണ്ടി വന്നു കേട്ടോ, നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.